കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഒരു സംഭവം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ആപ്പ് പുറത്തിറക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാധാരണഗതിയിൽ ഒരു ആപ്പ്, ആ ആപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പല്ലേ എന്ന് നമുക്ക് തോന്നും. പഞ്ചം ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ആ ആപ്പ് വരുന്നത്. ആ ആപ്പ് ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രതിനിധികൾക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും ആ ആപ്പിൽ അംഗങ്ങളാകാൻ പറ്റും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറാൻ പറ്റും. അപ്പോൾ പഞ്ചായത്തുകൾക്ക്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക്, പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് കേന്ദ്രം നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, നേരിട്ട് സർക്കുലർ അയക്കുന്ന, നേരിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന, അവിടുന്ന് റിപ്പോർട്ട് ശേഖരിക്കുന്ന ഒരു ആപ്പാണ് പഞ്ചം എന്ന് പറഞ്ഞിട്ട്. ഇതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഭരണഘടനയിൽ പഞ്ചായത്ത് ഭരണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയുമായിട്ട് കേന്ദ്രം നേരിട്ട് എൻഗേജ് ചെയ്യുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ അങ്ങനെ ഒരു പഞ്ചായത്ത് സംസ്ഥാനത്തിന്റെ ഏരിയയല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിന് പോലും സാധ്യമല്ലാത്ത വിധം ഇതൊരു നിയമനിർമ്മാണമാണോ, നിയമ ഭേദഗതിയാണോ അതൊന്നുമല്ല. ഒരു ആപ്പ്, നമ്മളൊരു ദിവസം എത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്? ഒരു ആപ്പാണ്. പക്ഷെ ആ ആപ്പ് വലിയൊരു ആപ്പായി മാറുന്നത് നമ്മൾ കാണുകയാണ്. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ.